Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. You are kingdom builders who will shape the future. നിങ്ങൾ ഭാവിയെ തിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ബിൽഡേഴ്സ് ആണ്. You are kingdom builders who will shape the future. ഒരു രാജ്യത്തിൻ്റെ ഭാവി, ഒരു സഭയുടെ ഭാവി, നിങ്ങളുടെ ഭാവി തിരിക്കുന്നത് കിങ്ഡം ബിൽഡ് ചെയ്യുമ്പോഴാണ്. The future of the country, the future of the church, and the future of your life is going to be transformed when you start to become a kingdom builder. 1 പത്രോസ് 2:9 പഠിക്കുമ്പോൾ, When we read 1 Peter 2 verse 9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. but you are a chosen people, a royal priesthood, a holy nation, God's special possession, that you may declare the praises of him who called you out of darkness into his wonderful light. നിങ്ങൾ ആരാണ്? Who are you? നിങ്ങൾ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. Yes, you are a royal priesthood. നിങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യലാണ്. Yes, you are God's special possession. ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. You must not forget this. യൂത്തായ നിങ്ങൾ, ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം, സഭയുടെയും ലോകത്തിൻ്റെയും ഭാവിയാണ് നിങ്ങൾ ഓരോരുത്തരും. You who are listening to me, whether you are the youth or you are elderly people, you must remember that you are the future of the church and the future of the world. ഈ ഭൂമിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു. The Lord is desiring to bring a great change and a great transformation in this world through you. ഒരു പ്രാവചനിക ദർശനത്തോടെ കിങ്ഡം ബിൽഡ് ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. The Lord has called you and chosen you and appointed you to build the kingdom with a prophetic vision. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ദൈവം വിളിച്ചു. The Lord has called us out of darkness. എന്തിന് നമ്മെ വെളിച്ചത്തിലാക്കി? Why did he bring us into the light? ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. It is in order to bring those who are living in darkness out into the light. നാം തന്നെ രക്ഷപ്പെടുക എന്നുള്ള ചിന്തയായിരിക്കരുത്, മറ്റുള്ളവരും കൂടെ രക്ഷപ്പെടുവാൻ കാരണമാകണം. We must not think that only we must be saved, but through us other people must come to the salvation of Christ. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഡിസിഷൻ ഉണ്ടാകണം. മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഉള്ള വലിയൊരു ദാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Today there must be a great decision that you make in your life, that you must have a great hunger and a desire to bring people, to pull them out of darkness and hell into the kingdom of God. ഒരു വലിയ നരകക്കുഴിയിൽ നിന്നിലേക്ക് പോകുന്ന ജനത്തെ അവയെ നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് തിരിക്കുന്ന ബിൽഡറായി നിങ്ങൾ മാറണം. You must become people who pull the people who are going into the pit of hell and pull them out of hell into the kingdom of God. ഇന്നത്തെ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. Today, as you are watching this YouTube channel, each of you must take a decision to stand for the kingdom of God and serve the kingdom of God. ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലം ഇതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. It is through these works that we are going to receive a reward from God. ജോലിയോട് ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും. You can do that along with your work. നിങ്ങൾക്ക് ഏത് പ്രതികൂലത്തിലാണെങ്കിലും നിങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയും. Even in the midst of all your oppositions, you can do the work of the Lord. നിങ്ങൾ എല്ലാവരും
ഒരു കിങ്ഡം ബിൽഡറായി തീരുക. Each of you must become a kingdom builder. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. Oh my Lord, I pray for these people. അങ്ങയുടെ കരം ഈ ജനത്തെ തൊടണമേ. May your hand touch these people. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Lord, do miracles. അങ്ങയുടെ കരം സ്പർശിച്ചാണ്. Lord, let your hand touch them. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. In the name of Jesus, I bless these people. ആമേൻ. Amen.